ഗുഡ് മോർണിംഗ്. ബികോം BBA ബിസിനസ് റെഗുലേഷൻ എന്നുള്ള പേപ്പറാണ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നത്. ഞാനും സുധമിസ്സും കൂടെ ഷെയർ ചെയ്തിട്ടാണ് ഈ ഒരു പേപ്പർ എടുക്കുന്നത്. ഇപ്പോൾ സുധമിസ്സിൻ്റെ ആദ്യത്തെ 2 ക്ലാസ്സുകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ സുധമിസ് ബിസിനസ് റെഗുലേഷൻ എന്താണെന്നുള്ളതും അതിൻ്റെ സിലബസ് ഏതൊക്കെ മൊഡ്യൂൾസാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് സുധമിസ് ഒരു ഇൻട്രൊഡക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കേൾക്കുന്നത് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 ആണ്. അപ്പോൾ നമുക്ക് നോക്കാം 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത് എന്ന്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ 4th മൊഡ്യൂളാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ബേസിക് നെസസിറ്റീസ് ഉണ്ടല്ലോ, ഫുഡ്, ക്ലോത്തിങ്, ഷെൽട്ടർ, ഇതിനൊക്കെ പുറമെ വി കൺസ്യൂം എ വെറൈറ്റി ഓഫ് തിങ്സ് ഇൻ അവർ ഡെയിലി ലൈഫ് അല്ലേ. ഇപ്പം നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കി നോക്കൂ, നമ്മൾ ഓരോ ദിവസവും നമ്മൾ ഒരുപാട് ഉൽപ്പന്നങ്ങൾ, ഒരുപാട് ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കുട്ടികളാകുമ്പോൾ നമ്മൾ ബുക്ക്, പെന്ന്, ബാഗ്, പെൻസിൽ, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. അതിന് പുറമേ നമ്മൾ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, ഡിജിറ്റൽ ക്യാമറാസ് ഉപയോഗിക്കുന്നുണ്ട്, ഫുഡ് ഐറ്റംസ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, കോസ്മെറ്റിക്സ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, സോപ്പ്, അങ്ങനെ ഒരുപാട് ഉൽപ്പന്നങ്ങൾ നമ്മൾ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തു പറയാം? ഓൾ ഓഫ് അസ് ആർ കൺസ്യൂമേഴ്സ്. നമ്മളെല്ലാവരും കൺസ്യൂമേഴ്സാണ്. അപ്പോൾ നമ്മൾ മാർക്കറ്റിൽ നിന്ന് ഒരു സാധനം പർച്ചേസ് ചെയ്യുമ്പോൾ, ഒരു കൺസ്യൂമർ എന്ന നിലയിൽ മാർക്കറ്റിൽ നിന്ന് നമ്മൾ ഏതെങ്കിലും ഒരു വസ്തു വാങ്ങിക്കുമ്പോൾ വി എക്സ്പെക്റ്റ് വാല്യൂ ഫോർ മണി സ്പെൻഡ്. നമ്മൾ സ്പെൻഡ് ചെയ്യുന്ന ആ പണത്തിന് ഒരു മൂല്യം നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വാല്യൂ ഓഫ് മണി മീൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, അതിൻ്റെ റൈറ്റ് പ്രൈസസ്, ദെൻ അതെങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഇൻഫോർമേഷൻ. അപ്പോൾ അതൊക്കെ നമ്മൾ അതിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ദർ മേ ബി ഇൻസ്റ്റൻസസ് വേർ എ കൺസ്യൂമർ ഈസ് ചീറ്റഡ് അല്ലേ. കൺസ്യൂമർ ചീറ്റ് ചെയ്യപ്പെടുന്നതിൻ്റെ ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിൽ നിന്നൊക്കെ കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവന്നിട്ടുള്ളത്. ദെൻ നമുക്കതിൻ്റെ ഇൻട്രൊഡക്ഷൻ നോക്കാം. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഇറ്റ് വാസ് പാസ്ഡ് ഇൻ 5th December 1986. 1986 ഡിസംബർ 5-ാം തീയതിയാണ് ഈ ഒരു നിയമം പാസ്സാക്കുന്നത്. റിസീവ്ഡ് അസെൻറ്റ് ഓഫ് ദ പ്രസിഡന്റ് ഓൺ 24th December 1986. 1986 ഡിസംബർ 24-ലാണ് പ്രസിഡന്റ് അതിൽ സൈൻ ചെയ്യുന്നത്. അപ്പോൾ പ്രസിഡന്റിൻ്റെ അപ്രൂവൽ അല്ലെങ്കിൽ അവൻ്റെ കൺസെൻറ്റ് ലഭിക്കുന്നത് 24th December-ലാണ്. ആൻഡ് ഇറ്റ് കെയിം ഇൻ ടു ഫോഴ്സ് ഫ്രം 1st July 1987. 1987 ജൂലൈ 1-നാണ് ഈ ഒരു നിയമം നിലവിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. ദെൻ ഈ ഒരു നിയമം പാസ്സാക്കിയതിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത് ടു പ്രൊട്ടക്റ്റ് കൺസ്യൂമേഴ്സ് റൈറ്റ്, കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. ദെൻ ടു റിഡ്രസ് കൺസ്യൂമർ കംപ്ലൈൻസ്, ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ കംപ്ലൈൻസ്, അവരുടെ പരാതികൾക്ക് പരിഹാരം നൽകുക. ദെൻ റിസോൾവ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്, ഉപഭോക്തൃ തർക്കങ്ങൾ പരിഹരിക്കുക. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്, ഈ ഒരു ആക്ട് ഇന്ത്യൻ പാർലമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ ദ ആക്ട് എക്സ്റ്റെൻഡ് ടു ദ ഓൾ ഓഫ് ഇന്ത്യ എക്സെപ്റ്റ് ദ സ്റ്റേറ്റ് ജമ്മു ആൻഡ് കാശ്മീർ. ജമ്മു കാശ്മീർ ഒഴികെ ബാക്കി ഇന്ത്യയിലെ എല്ലായിടത്തും ഈ ഒരു നിയമം അപ്ലിക്കബിൾ ആണ്. ഇപ്പോൾ ജമ്മു കാശ്മീർ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 എന്നുള്ള പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം ആർട്ടിക്കിൾസ് ഒക്കെ ഇപ്പോൾ ജമ്മു കാശ്മീരും ഇന്ത്യൻ ഇതിൻ്റെ ഭാഗമാണ്.
അപ്പോൾ ഈ ഒരു നിയമം ഇന്ത്യയിൽ എല്ലായിടത്തും അപ്ലിക്കബിൾ ആണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്ക് ബേസിക്കായിട്ട് നമുക്ക് പറയാനുള്ള കാര്യം ഇത്രയാണ്. ഈ ഒരു നിയമം പാസ്സാക്കിയിരിക്കുന്നത് 1986 കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾക്ക് പരിഹാരം കാണുന്നതിനും കൺസ്യൂമേഴ്സിൻ്റെ തർക്കങ്ങൾ പരിഹരിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഒരു നിയമമാണ് ഇത്. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് സ്കോപ്പ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നോക്കാം. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സ്കോപ്പ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിന് നമ്മൾ CPA 1986 എന്ന് ഷോർട്ടാക്കിയിട്ട് പറയാറുണ്ട്. അപ്പോൾ നോക്കാം എന്താണ് അതിൻ്റെ ഇത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ദ ആക്ട് എക്സ്റ്റെൻഡ് ടു ഹോൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലുടനീളം ഈ ആക്ട് അപ്ലിക്കബിൾ ആണ്. അപ്പോൾ അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ അതിൽ മെയിനായിട്ടും വരുന്നത് എന്ത് തന്നെയാണ്? ഒന്നാമത് നമുക്ക് എന്ത് പറയാം? പ്രൊട്ടക്റ്റ് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്. അപ്പോൾ സ്കോപ്പിലെ ഫസ്റ്റ് വരുന്നത് ഇതാണ്, പ്രൊട്ടക്റ്റ് ദ കൺസ്യൂമേഴ്സ് റൈറ്റ്. കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ അത് സംരക്ഷിക്കുക. അപ്പോൾ 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ സെക്ഷൻ 6 കൺസ്യൂമേഴ്സിൻ്റെ കുറേ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം, അപ്പോൾ അതിലെ സെക്ഷൻ 6 പ്രകാരം 6 അവകാശങ്ങളാണ്, 6 റൈറ്റ്സ് ആണ് കൺസ്യൂമേഴ്സിന് വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കൺസ്യൂമേഴ്സ് റൈറ്റ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പഠിക്കാറുണ്ട്. റൈറ്റ് ടു ബി അഷ്വേർഡ്, റൈറ്റ് ടു ബി ഇൻഫോംഡ്, ദെൻ റൈറ്റ് ടു സീക്ക് റിഡ്രസൽ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ, കൺസ്യൂമർ എഡ്യൂക്കേഷൻ. അപ്പോൾ ഇങ്ങനെ കുറേ റൈറ്റ്സ്, അവകാശങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു റൈറ്റിൻ്റെ ഇതിൽ വരുന്നതാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് റിഡ്രസൽ ടു കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ആണ്. റിഡ്രസൽ ടു കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്. കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ്, കൺസ്യൂമേഴ്സിൻ്റെ തർക്കങ്ങൾ, ഉപഭോക്തൃ തർക്കങ്ങൾ എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനുള്ള പരിഹാരം ചെയ്തു കൊടുക്കുക, അതും ഈ ഒരു ആക്ടിൻ്റെ പരിധിയിൽ വരുന്നതാണ് അല്ലേ. കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾക്ക് വളരെ സിമ്പിൾ സ്പീഡി ആൻഡ് ഇൻഎക്സ്പെൻസീവ് റിഡ്രസൽസ് അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് ഈ ഒരു ആക്ടിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ പരാതികളും അതുപോലെ തന്നെ അവരുടെ ഗ്രിവൻസസ് ഒക്കെ അത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് 3 ഡിസ്പ്യൂട്ട് ഏജൻസീസ് ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഡിസ്ട്രിക്റ്റ് ലെവലിൽ ഡിസ്ട്രിക്റ്റ് ഫോറം വരുന്നുണ്ട്, സ്റ്റേറ്റ് ലെവലിൽ സ്റ്റേറ്റ് കമ്മീഷൻ വരുന്നുണ്ട്, ദെൻ അതിൻ്റെ അപ്പെക്സ് ലെവലിൽ നമുക്ക് നാഷണൽ കമ്മീഷൻ വരുന്നുണ്ട്. അപ്പോൾ ആസ് എ കൺസ്യൂമർ നമുക്ക് എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നമുക്ക് നൽകാവുന്നതാണ്, അതിന് വേണ്ട പരിഹാരം ലഭിക്കാവുന്നതുമാണ്. ദെൻ തേർഡ് വൺ പറയുന്നത് അപ്ലൈഡ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. അപ്പോൾ തേർഡ് വൺ പറയുന്നതാണ് അപ്ലൈഡ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. Apply to all goods and services of any kinds of goods other than for commercial purpose. Commercial purpose-നല്ലാത്ത മറ്റെല്ലാ പ്രോഡക്റ്റുകളിലും ഇത് നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ചില കമ്പനികളൊക്കെ ഫ്രീ ഗിഫ്റ്റൊക്കെ നമ്മൾ ഗിഫ്റ്റ് പ്രൊവൈഡ് ചെയ്യാറുണ്ട്, അതിലൊന്നും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ അവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ യൂണിയൻ ഗവൺമെൻറ് പ്രത്യേകമായിട്ട് എക്സെപ്റ്റ് ചെയ്തിട്ടുള്ള, അവരൊഴിവാക്കിയിട്ടുള്ള ചില പ്രോഡക്ട്സ് ആൻഡ് സർവീസസ് ഉണ്ടായിരിക്കും, അവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അപ്ലൈഡ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് മറ്റൊരു സ്കോപ്പിൽ നമുക്ക് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ പർപ്പസിനല്ലാത്ത മറ്റെല്ലാ ഗുഡ്സ് ആൻഡ് സർവീസസിലും നമുക്ക് ഏത് അപ്ലൈ ചെയ്യാവുന്നതാണ്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കവേഴ്സ് of all the sectors. Covers of
all the sectors. ഈ ഒരു ആക്ട് എല്ലാ സെക്ടറുകളിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ പബ്ലിക് സെക്ടർ ആയാലും കോപ്പറേറ്റീവ് സെക്ടേഴ്സ് ആയാലും ഇവിടെയൊക്കെ നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് കോമ്പൻസേറ്ററി ഇൻ നേച്ചർ. ഫിഫ്ത്ത് വൺ പറയുന്നത് കോമ്പൻസേറ്ററി ഇൻ നേച്ചർ. ഇപ്പോൾ ഇത് കോമ്പൻസേറ്ററി ഇൻ നേച്ചറാണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ കൺസ്യൂമേഴ്സിന് നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന പ്രോഡക്ട്സിലോ അല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കുന്ന സർവീസസിലോ എന്തെങ്കിലും ഡെഫിഷ്യൻസിയോ ഡിഫക്ട്സോ ഉണ്ടെങ്കിൽ നമുക്ക് കോമ്പൻസേഷൻ ലഭിക്കുന്നതിന് കഴിയും. അപ്പോൾ അത് കോമ്പൻസേറ്ററി ഇൻ നേച്ചറാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് പ്രൊട്ടക്ഷൻ കൗൺസിൽ. സിക്സ്ത് വൺ establishment of protection council. Establishment of protection council. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ കൺസ്യൂമർ കൗൺസിൽ പ്രൊട്ടക്ഷൻ കൗൺസിലുകളും അതുപോലെ തന്നെ മറ്റ് കൺസേൺഡ് അതോറിറ്റീസൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്. അപ്പോൾ അഡ്വൈസറി ബോഡീസൊക്കെ ഇവിടെ വരുന്നുണ്ട്, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ വരുന്നുണ്ട്. ഇപ്പോൾ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, സ്റ്റേറ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഒരുപാട് അഡ്വൈസറി ബോഡീസ് അല്ലെങ്കിൽ അഡ്വൈസറി ഏജൻസീസ് ഈ ഒരു ആക്ടിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിന് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ഇൻഫോർമേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ടും കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ട അഡ്വൈസസും അസിസ്റ്റൻസും ഒക്കെ ഈ ഒരു പ്രൊട്ടക്ഷൻ കൗൺസിൽ നൽകുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇതിൽ വരുന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ സ്കോപ്പിൽ വരുന്നത്. ഫസ്റ്റ് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ദെൻ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റിഡ്രസൽ ഏജൻസീസ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. അപ്പോൾ ക്വിക്കർ ആൻഡ് സ്പീഡി റിഡ്രസൽ കൺസ്യൂമേഴ്സിന് ലഭ്യമാകുന്നതിന് ഇത് സഹായിക്കുന്നുണ്ട്. ദെൻ ദ ആക്ട് അപ്ലൈഡ് ടു ഓൾ ഗുഡ്സ് ആൻഡ് സർവീസസ്. ദെൻ ഇറ്റ് കവർ ഓൾ സെക്ടേഴ്സ്, പബ്ലിക്, പ്രൈവറ്റ് ഓർ കോപ്പറേറ്റീവ് സെക്ടേഴ്സ്. ദെൻ ഇറ്റ് വാസ് എ കോമ്പൻസേറ്ററി ഇൻ നേച്ചർ. ദെൻ it to make a provision for the establishment of consumer council and other authorities. അപ്പോൾ ഇത്രയാണ് to protect the rights of consumers. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് സ്കോപ്പ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിൽ വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്കതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. അപ്പം നമ്മൾ ഫസ്റ്റ് പറഞ്ഞു, നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന് പറയുന്നത്. കൺസ്യൂമേഴ്സിൻ്റെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും കൺസ്യൂമർ കംപ്ലൈൻസിനെ കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾക്ക് പരിഹാരം കിട്ടുന്നതിനും കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യുന്നതിനൊക്കെ ആയിട്ടാണ് ഈ ഒരു നിയമം എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്ന് പറഞ്ഞു. ദെൻ നോക്കാം വാട്ട് ആർ ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഫസ്റ്റ് വൺ പറയുന്നത് സ്പീഡി റിഡ്രസൽ മെഷീനറിയാണ്. അപ്പോൾ നമ്മൾ സ്കോപ്പിൽ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ഏതിലും പറയുന്നത്, ഒബ്ജക്റ്റീവ്സിലും പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് പറയുന്നതാണ് സ്പീഡി റിഡ്രസൽ മെഷീനറി. നോക്കാം, ഒബ്ജക്റ്റീവ്സ് ഓഫ് CPA ആക്ട്. ഒബ്ജക്റ്റീവ്സ്, ദെൻ ഫസ്റ്റ് വൺ സ്പീഡി റിഡ്രസൽ മെഷീനറി.
അപ്പോൾ ഫസ്റ്റ് വരുന്നത് അതാണ് സ്പീഡി റിഡ്രസൽ മെഷീനറി. അതിൽ പറയുന്നത് ടു പ്രൊവൈഡ് എ സിംപ്ലർ ആൻഡ് ക്വിക്കർ റിഡ്രസൽ ടു കൺസ്യൂമർ ഗ്രീവൻസസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെ, കൺസ്യൂമേഴ്സിൻ്റെ പരാതികൾക്ക് വളരെ ലളിതവും വേഗത്തിലും പരിഹാരം നൽകുക. അത് എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിൻ്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ സെക്കൻഡ് വൺ പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് ആണ്. ഇതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ് നമ്മൾ സ്കോപ്പിലെ കണ്ടു തന്നെയാണ്. കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കുക. അതായത് കൺസ്യൂമേഴ്സിന് എന്തൊക്കെ റൈറ്റ്സ് ആണോ ഉള്ളത് അതിനെക്കുറിച്ചൊരു ഫെമിലിയാരിറ്റി അത് നൽകേണ്ട ഉത്തരവാദിത്വം ഈ ആക്ടിന് ഉണ്ട് അല്ലേ. ഇപ്പം നമുക്ക് ഒരുപാട് അവകാശം, നമുക്കിപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിനെ കൺസ്യൂമർ കോർട്ടിലേ പോകാവുന്നതാണ്. അപ്പോൾ കൺസ്യൂമേഴ്സിന് എന്തെങ്കിലും ഒരു കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ, അവർക്ക് എന്തെങ്കിലും ഒരു ഗ്രിവൻസസ് ഉണ്ടെങ്കിൽ അത് എങ്ങനെ സോൾവ് ചെയ്യാം, അപ്പോൾ അതൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആർക്കാണ് ഈ ആക്റ്റിൽ വരുന്നുണ്ട്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക. ദെൻ തേർഡ് വൺ പറയുന്നത് പ്രൊവിഷൻ ഫോർ ബെറ്റർ പെർഫോമൻസ് ആണ്. അതായത് പ്രൊമോട്ട് ആൻഡ് പ്രൊട്ടക്റ്റ് ദ ഇൻട്രസ്റ്റ് ഓഫ് കൺസ്യൂമേഴ്സ്. അപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ്, അവരുടെ സാമ്പത്തിക താല്പര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യേണ്ടതും പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ഇതിൻ്റെ ലക്ഷ്യമാണ്. അത് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളത് ഇതിൻ്റെ ലക്ഷ്യമാണ്. അപ്പോൾ നമുക്ക് തേർഡ് പോയിൻ്റായിട്ട് നമുക്ക് ഇങ്ങനെ പറയാം, പ്രൊവിഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ. പ്രൊവിഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ഓർ ബെറ്റർ പ്രൊട്ടക്ഷൻ. അപ്പോൾ അതിലേതാണ് പറയുന്നത് കൺസ്യൂമേഴ്സിൻ്റെ എക്കണോമിക് ഇൻട്രസ്റ്റ് പ്രൊമോട്ട് ചെയ്യേണ്ടതും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അതായത് നമുക്ക് ലഭിക്കുന്ന ഗുഡ്സിൽ എന്തെങ്കിലും സർവീസസിലോ ഡെഫിസിറ്റിയോ ഡിഫക്ട്സോ ഉണ്ടാകാതെ നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്ക് അതിനെ ആ മൂല്യമുള്ള ആ ഒരു ഇത് നമുക്ക് തിരിച്ച് നൽകുക എന്നുള്ളത് ഇതിൻ്റെ ഒരു ലക്ഷ്യമാണ്. ദെൻ നെക്സ്റ്റ് പ്രൊവൈഡ് ബെറ്റർ പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ. അതും നമുക്കിതിൽ പറയാം. ഇപ്പോൾ ട്രേഡേഴ്സിൻ്റെയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡേഴ്സിൻ്റെയോ അൺസ്ക്രൂപ്പുലസ് എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഒരു ആക്ടിൻ്റെ ഒബ്ജക്റ്റീവ്സ് ആണ്. അപ്പോൾ ബെറ്റർ പ്രൊട്ടക്ഷനിൽ നമുക്ക് അതുകൂടെ പറയാം. ഒന്ന് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ കൺസ്യൂമേഴ്സ്, അത് പ്രൊട്ടക്റ്റ് ചെയ്യുക. അതേപോലെ തന്നെ എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് അല്ലേ, എക്സ്പ്ലോയിറ്റേഷനിൽ നിന്ന് കൺസ്യൂമേഴ്സിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക. ഇത് രണ്ടും ഇതിൽ വരുന്നതിൻ്റെ ഒബ്ജക്റ്റീവ്സ് തന്നെയാണ്. ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിലാണ്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽ. കൺസ്യൂമർ കൗൺസിൽ അതും നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. പ്രൊവിഷൻ ഫോർ ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ കൗൺസിൽസ് ആൻഡ് അതർ അതോറിറ്റീസ് ഫോർ ദ സെറ്റിൽമെൻറ്റ് ഓഫ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് ആൻഡ് ഫോർ ദ മാറ്റേഴ്സ് കൺസേൺഡ് ഇറ്റ്സ്. അപ്പോൾ ഉപഭോക്തൃ തർക്കങ്ങൾ വന്നു കഴിഞ്ഞാലും അല്ലെങ്കിൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ടുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, അപ്പോൾ അതിലൊക്കെ സെറ്റിൽമെൻറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അതുമായി ബന്ധപ്പെട്ട അതോറിറ്റീസും കൗൺസിലുകളൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളതും ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ വരുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഇതിൽ വരുന്നത് ഒബ്ജക്റ്റീവ്സ് ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. ഒന്ന് സ്പീഡി റിഡ്രസൽ മെഷീനറി, പ്രൊട്ടക്ഷൻ ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്, പ്രൊവിഷൻ ഓഫ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൺസ്യൂമർ റൈറ്റ്സ്. ഇപ്പം നമ്മളൊരു ഏകദേശം ഇത് നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞു, അത് എപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു എന്നുള്ളതും അതിൻ്റെ സ്കോപ്പ് എന്താണെന്നുള്ളത്, അതിൻ്റെ ഏരിയ ഓഫ് ഓപ്പറേഷൻ അതെന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഡെഫനിഷൻ ഓഫ് ഇമ്പോർട്ടൻറ്റ് ടേംസ് ആണ്. നമുക്ക് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ കുറേ പ്രധാനപ്പെട്ട ചില ടേംസുകളുണ്ട്. അപ്പോൾ അതിൻ്റെ ഡെഫനിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം.
അപ്പോൾ ഫസ്റ്റ് നമുക്ക് കൺസ്യൂമർ എന്നുള്ളതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. എന്താണ് കൺസ്യൂമർ? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്റ്റിലെ എങ്ങനെയാണ് ഒരു കൺസ്യൂമറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്? അപ്പോൾ നമ്മൾ ഡെഫിനിഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ആ സെക്ഷൻ അനുസരിച്ചിട്ടുള്ള ഡെഫിനിഷനാണ് നമ്മളിതിൽ കൊടുക്കേണ്ടത്. അപ്പോൾ കൺസ്യൂമർ ആരാന്ന് നമുക്കറിയാം. പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് കൺസ്യൂം ചെയ്യുന്ന ആളെന്നെയാണ് നമ്മൾ കൺസ്യൂമർ എന്ന് പറയാം, നമുക്കറിയാം. അപ്പോൾ എങ്ങനെയാണ് ഈ ആക്ട് അതിൽ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കാം. അക്കോർഡിംഗ് ടു സെക്ഷൻ 2ID, സെക്ഷൻ സെക്ഷൻ 2ID ഈ സെക്ഷനാണ് കൺസ്യൂമറെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പം അതിൽ പറയുന്നത് നെക്സ്റ്റ് നമുക്ക് ഡെഫിനിഷൻസ് ഓഫ് ഇമ്പോർട്ടൻറ്റ് ടേംസ് നോക്കാം. ഇപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 കുറേ ടേംസ് അവർ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് നമുക്ക് കൺസ്യൂമർ നോക്കാം. ഡെഫിനിഷൻ ഓഫ് കൺസ്യൂമർ. അപ്പോൾ കൺസ്യൂമറിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 2ID പ്രകാരമാണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 2ID, a consumer is one who buys goods for a consideration and it includes a hire purchaser. അപ്പോൾ എന്താ കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ പേഴ്സൺ ഹു ബൈസ് എനി ഗുഡ്സ് ഫോർ എ കൺസിഡറേഷൻ, പ്രതിഫലം നൽകിക്കൊണ്ട്, പ്രതിഫലം കൊടുത്തുകൊണ്ട് അല്ലേ, വില നൽകിക്കൊണ്ട് ഗുഡ്സ് വാങ്ങിക്കുന്ന ഏതൊരു വ്യക്തിയെയും നമുക്ക് എന്തു പറയാം? കൺസ്യൂമർ എന്ന് പറയാം. അപ്പം അതിലെ ഹയർ പർച്ചേസർ കൂടെ ഇൻക്ലൂഡഡ് ആണ്. ഹയർ പർച്ചേസിങ് നമുക്കറിയാം, അങ്ങനെ ഇൻസ്റ്റോൾമെൻ്റ് ആയിട്ടാണ് നമ്മൾ സാധനത്തിൻ്റെ വില നൽകുന്നത്. അപ്പോൾ ഹയർ പർച്ചേസർ ഉൾപ്പെടെ ആര് വരുന്നുണ്ട്? സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ ഇതിലെ വരുന്നുണ്ട്? കൺസ്യൂമറിലെ വരുന്നുണ്ട്. ദ കൺസിഡറേഷൻ ഹാസ് ബീൻ പെയ്ഡ് ഓർ പ്രോമിസ്ഡ്, പാർട്ട്ലി പെയ്ഡ് ഓർ പ്രോമിസ്ഡ് or under any system of deferred payment. അപ്പോൾ കൺസിഡറേഷൻ നമ്മൾ ഓൾറെഡി കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാം നമ്മളവിടെ ഉറപ്പ് നൽകുക, അങ്ങനെ അല്ലെങ്കിൽ പാർട്ട്ലി പെയ്ഡ് ഓർ പ്രോമിസ്ഡ് ആകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് കീഴിൽ. ഡെഫേർഡ് പേയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലാണ് നമ്മൾ പേയ്മെൻറ്റ്സ് കൊടുക്കുക. അപ്പോൾ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഡെഫേർഡ് പേയ്മെൻറ്റ് സിസ്റ്റത്തിന് കീഴിൽ വരുന്നതാവാം. അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിൽ അവരെയൊക്കെ നമ്മൾ എന്ത് പറയും? കൺസ്യൂമേഴ്സ് എന്ന് പറയാം. അപ്പോൾ ചുരുക്കി പറഞ്ഞത്രേ ഉള്ളൂ, ബൈ എനി പേഴ്സൺ ഹൂ buys any goods for a consideration he is called a consumer. Then അതേപോലെ തന്നെ any user of such goods for consideration, അതിനെയും നമ്മൾ എന്തു പറയും? കൺസ്യൂമർ എന്ന് പറയും. പക്ഷേ എക്സ്ക്ലൂഡ് വൺ ഹൂ ഒബ്റ്റെയിൻ ഫോർ റീസെയിൽസ് ഓർ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. പക്ഷേ നമ്മൾ ഈ ഗുഡ്സ്, ഇപ്പോൾ ഓൾറെഡി ഒരാൾ വാങ്ങിയ ഗുഡ്സ് നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അത് വാങ്ങിക്കുന്നത് റീസെയിലിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കൊമേഴ്സ്യൽ പർപ്പസിന് വേണ്ടിയിട്ടോ ആണെങ്കിൽ നമ്മൾ അവരെ എന്തു പറയില്ല? കൺസ്യൂമർ എന്ന് പറയില്ല. അപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, യുവർ ഫാദർ ബൈസ് ആപ്പിൾ ഫോർ യു. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് കഴിക്കാനായിട്ട് നിങ്ങളുടെ വീട്ടിലെ അച്ഛൻ കുറച്ച് ആപ്പിൾ വാങ്ങി കൊണ്ടുവന്നു എന്ന് വിചാരിക്കുക. യു കൺസ്യൂംസ് ദം, അത് നിങ്ങൾ കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇവിടെ ആരൊക്കെയാണ്? ഫാദറും കൺസ്യൂമറാണ്, അത് യൂസ് ചെയ്ത നിങ്ങളും, അത് കൺസ്യൂം ചെയ്ത നിങ്ങളും കൺസ്യൂമറാണ്. അപ്പോൾ കൺസ്യൂമർ എന്ന് പറയുമ്പോൾ അത് വാങ്ങിക്കുന്ന ആൾ മാത്രമല്ല, എനി യൂസർ ഓഫ് സച്ച് ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ. അപ്പോൾ അത് യൂസ് ചെയ്യുന്ന ആളുകളേനെയും നമുക്ക് കൺസ്യൂമർ എന്ന് പറയാം. പക്ഷേ ആരെ ഒഴിവാക്കുന്നുണ്ട്? വൺ ഹു ഒബ്റ്റെയിൻ ഫോർ റീസെയിൽസ് ഓർ ഫോർ കൊമേഴ്സ്യൽ പർപ്പസ്. പക്ഷേ നമ്മളൊരു സാധനം വാങ്ങിയത് മറ്റൊരാൾക്ക് വിൽക്കാനായിട്ടാണ് നമ്മളത് വാങ്ങിക്കുന്നതെങ്കിൽ, അല്ലെങ്കിൽ ഒരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മളെ എന്തായിട്ട് കണക്കാക്കില്ല? കൺസ്യൂമറായിട്ട് ഈ നിയമം കണക്കാക്കില്ല. പക്ഷേ ഒരു സെൽഫ് എംപ്ലോയ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ ആ പ്രോഡക്റ്റ്, നമ്മൾ ഗുഡ്സ് വാങ്ങിക്കുന്നതെങ്കിലും നമ്മൾ ആരാണ്? കൺസ്യൂമറായിട്ട് പറയും ഈ നിയമത്തിന് കീഴിൽ. ഇപ്പോൾ സെൽഫ് എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ടാണ് നമ്മളത്
വാങ്ങിക്കുന്നത്. അപ്പോൾ അവരെയും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിലെ കൺസ്യൂമറിന് കീഴിൽ വരുന്നുണ്ട്. Then hire a service for consideration and include a beneficiary of such services if availed of with the approval of the hirer. പിന്നെ നമ്മളിപ്പോൾ കൺസിഡറേഷൻ നൽകി, പ്രതിഫലം നൽകിക്കൊണ്ട് നമ്മളൊരു സർവീസസ് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ, വാങ്ങിക്കുകയാണെങ്കിൽ, ദെൻ നമ്മുടെ പെർമിഷനോട് കൂടെ മറ്റൊരാളെ സർവീസസ് യൂട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ ആ ബെനഫിഷ്യറീനെയും നമ്മൾ എന്തു പറയും? കൺസ്യൂമർ എന്ന് പറയാം. അപ്പോൾ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്ന ആൾ മാത്രമല്ല കൺസ്യൂമർ, ആര് കൂടിയാണ്? സർവീസസ് സ്വീകരിക്കുന്ന ആൾ, സർവീസസ് ഹയർ ചെയ്യുന്ന ആളെ കൂടെ നമ്മൾ എന്ത് പറയാറുണ്ട്? കൺസ്യൂമർ എന്ന് പറയാറുണ്ട്. അതുപോലെ തന്നെ ആ സർവീസസ് ഹയററുടെ അപ്രൂവലോടുകൂടെ, ഹയററുടെ അംഗീകാരത്തോടുകൂടെ, അദ്ദേഹത്തിൻ്റെ കൺസെൻറ്റോടുകൂടെ അത് പ്രയോജനപ്പെടുത്തുന്ന, അവൈൽഡ് ഓഫ് എന്ന് പറയുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുന്ന ആ ബെനഫിഷ്യറീസിനെ കൂടെ നമ്മൾ എന്ത് പറയുന്നു? കൺസ്യൂമർ എന്ന് പറയുന്നു. അപ്പോൾ ഇത്രയാണ്. നമ്മളിപ്പോൾ ഓട്ടോ ഒക്കെ വിളിച്ചിട്ട് വരാറുണ്ട്. അപ്പോൾ നമ്മൾ ഓട്ടോ വിളിച്ച് വരുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട്സിനെ കൂടെ ഓട്ടോയിൽ കയറ്റിയിട്ട് നമ്മൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ അവരെ നമുക്ക് എന്ത് പറയാം? കൺസ്യൂമേഴ്സ് എന്ന് പറയാം. അപ്പോൾ കൺസ്യൂമർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ബൈ എനി ഗുഡ്സ് ഫോർ കൺസിഡറേഷൻ, ദെൻ ഹയർ എ സർവീസ് ഫോർ കൺസിഡറേഷൻ, അവരെ നമ്മൾ എന്ത് പറയുന്നു? കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നു. സെക്ഷൻ 2ID ആണ് കൺസ്യൂമറിനെ ഡിഫൈൻ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് ഗുഡ്സ് എന്നുള്ളത് നോക്കാം. അല്ലേ, ഗുഡ്സ് ആൻഡ് സർവീസ് എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഗുഡ്സ് എന്താണെന്നുള്ളത് നോക്കണം. ഗുഡ്സ് പറയുന്നത് സെക്ഷൻ 27 ആണ്. സെക്ഷൻ 27 ഓഫ് ദ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986. അപ്പോൾ അക്കോർഡിംഗ് ടു സെക്ഷൻ 27, goods means every kinds of movable property other than auctionable claim and money. അപ്പോൾ ഗുഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എനി മൂവബിൾ പ്രോപ്പർട്ടീസ്, എനി കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടീസ് അതർ ദെൻ ഓപ്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. അതായത് ലീഗൽ ടെൻഡർ ഒഴികെ, ഓപ്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി, അപ്പോൾ അത് ലീഗൽ ടെൻഡറാണ്, അതൊഴികെയുള്ള എല്ലാ തരത്തിലുള്ള മൂവബിൾ പ്രോപ്പർട്ടീസിനെയും നമുക്ക് എന്തു പറയാം? ഗുഡ്സ് ആണെന്ന് പറയാം. അപ്പോൾ നമ്മൾ നേരത്തെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടായിരുന്നു, അത് ഞാനൊന്ന് കറക്റ്റ് ചെയ്യാണ്. നമ്മൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 1986 അല്ല ഗുഡ്സിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. സെക്ഷൻ 27 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 ആണ്. അപ്പോൾ അതൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്, സോറി. അപ്പോൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ട് വായിക്കുക. സെക്ഷൻ 27 ഓഫ് ദ സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930. അപ്പോൾ 1930 സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് ആണ് ഗുഡ്സിനെ നിർവചിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ആക്ടിലെ സെക്ഷൻ 27 പ്രകാരമാണ് ഗുഡ്സിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഗുഡ്സ് മീൻസ് എവറി കൈൻഡ്സ് ഓഫ് മൂവബിൾ പ്രോപ്പർട്ടി അതർ ദെൻ ഓപ്ഷനബിൾ ക്ലെയിംസ് ആൻഡ് മണി. അപ്പോൾ ലീഗൽ ടെൻഡർ ഒഴികെയുള്ള എല്ലാ മൂവബിൾ പ്രോപ്പർട്ടീസും എന്താണ്? ഗുഡ്സ് ആണ്. ഇറ്റ് ഇൻക്ലൂഡ് ഷെയർസ്, patent right, copyright, trademarks, growing crops, grass, fruit, minerals, water, electricity, etc. ഇതൊക്കെ ഇതിന് കീഴിൽ വരും, ഗുഡ്സിന് കീഴിൽ വരും. ദെൻ നെക്സ്റ്റ് നമുക്ക് സർവീസസ് എന്താണെന്നുള്ളത് നോക്കാം. സർവീസസ് അതും സെയിൽ ഓഫ് ഗുഡ്സ് ആക്ട് 1930 സെക്ഷൻ 8 പ്രകാരമാണ് സർവീസസിനെ ഡിഫൈൻ ചെയ്യുന്നത്. സെക്ഷൻ 28 പ്രകാരമാണ് സർവീസസിനെ ഡിഫൈൻ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് സർവീസസിൻ്റെ ഡെഫിനിഷൻ എന്താണെന്നത്. സർവീസ് മീൻസ് സർവീസ് ഓഫ് എനി ഡിസ്ക്രിപ്ഷൻ which is made available to
പൊട്ടൻഷ്യൽ യൂസേഴ്സ്. പൊട്ടൻഷ്യൽ യൂസേഴ്സിനെ അവൈലബിൾ ആയിട്ടുള്ള സർവീസസ്, എല്ലാ സർവീസസിനെയും, എല്ലാ സേവനങ്ങളെയും നമുക്ക് എന്തു പറയാം? സർവീസസ് എന്ന് പറയാം. ഇറ്റ് ഇൻക്ലൂഡ് ദ പ്രൊവിഷൻ ഓഫ് ഫെസിലിറ്റീസ് ഓഫ് ബാങ്കിങ്, അല്ലേ? ബാങ്കിങ് ഫെസിലിറ്റീസ്, ഫൈനാൻസിങ്, ഇൻഷുറൻസ്, ട്രാൻസ്പോർട്ടിങ്, പ്രോസസ്സിങ്, ദെൻ സപ്ലൈ ഓഫ് ഇലക്ട്രിക്കൽ എനർജി ആൻഡ് അതർ എനർജി, ബോർഡ്, ലോഡ്ജിങ്, ഹൗസിംഗ് കൺസ്ട്രക്ഷൻ, എൻ്റർടൈൻമെൻറ്റ്, അമ്യൂസ്മെൻറ്റ്, പിന്നെ നമുക്ക് ലഭിക്കുന്ന ന്യൂസ് ആൻഡ് ഇൻഫോർമേഷൻസ്. അപ്പോൾ ഈ എല്ലാ ഫെസിലിറ്റീസും നമ്മൾ എന്തിൽ ഉൾപ്പെടുത്തുന്നതാണ്? സർവീസസിൽ ഉൾപ്പെടുത്തുന്നതാണ്. പക്ഷേ ഇറ്റ് ഡസ് നോട്ട് ഇൻക്ലൂഡ് ദ റെൻഡറിങ് ഓഫ് എനി സർവീസസ് ഫ്രീ ഓഫ് ചാർജ് ഓർ ഫ്രീ ഓഫ് കോസ്റ്റ്, അല്ലേ? ഫ്രീ ആയിട്ട് കിട്ടുന്ന സർവീസസ് ഒന്നും തന്നെ എവിടെ കൂട്ടില്ല? ഈ ഒരു സർവീസസ് എന്നുള്ള ഡെഫിനിഷനിൽ വരില്ല. അതുപോലെ തന്നെ ഓർ അണ്ടർ എ കോൺട്രാക്റ്റ് ഓഫ് പേഴ്സണൽ സർവീസസ്. ഇപ്പോൾ കോൺട്രാക്റ്റ് ഓഫ് പേഴ്സണൽ സർവീസസ്, അപ്പോൾ അതിന് കീഴിൽ വരുന്ന, അല്ലേ, വ്യക്തിഗത സേവനങ്ങൾ കൊടുക്കാൻ കരാറിൽ ഏർപ്പെടാറുണ്ട്. അപ്പോൾ ആ പേഴ്സണൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ളതും ഏതിന് കീഴിൽ വരില്ല? സർവീസസ് എന്നുള്ള ഡെഫിനിഷന് കീഴിൽ വരില്ല. അപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ഫ്രീ സർവീസ് എന്ന് പറയും നമ്മൾ. അപ്പോൾ ആ ഫ്രീ സർവീസസും പിന്നെ അതുപോലെ തന്നെ കോൺട്രാക്റ്റ്, പേഴ്സണൽ സർവീസ് കോൺട്രാക്റ്റിന് കീഴിൽ വരുന്ന സർവീസസും. അപ്പോൾ അതൊഴികെയുള്ള സർവീസസ് എന്നുള്ള ആ ഒരു ഡിസ്ക്രിപ്ഷന് കീഴിൽ വരുന്ന എല്ലാ സേവനങ്ങളെയും നമുക്ക് സർവീസസ് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ 3 ഡെഫിനിഷൻ നമ്മൾ പറഞ്ഞു. കൺസ്യൂമർ എന്താണെന്നുള്ളത് പറഞ്ഞു, ഗുഡ്സ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു, സർവീസസ് എന്താണെന്നുള്ളത് നമ്മൾ പറഞ്ഞു. ദെൻ നെക്സ്റ്റ് നമുക്ക് എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കാം, അല്ലേ? നമ്മൾ കുറേ നേരമായിട്ട് പറയുന്നുണ്ടായിരുന്നു കൺസ്യൂമേഴ്സിൻ്റെ കംപ്ലൈൻറ്റ്സ്, കൺസ്യൂമേഴ്സിൻ്റെ ഗ്രിവൻസസിനൊക്കെ പരിഹാരം നൽകുന്നതാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്ന്. അപ്പോൾ എന്താണ് കംപ്ലൈൻറ്റ് എന്ന് നോക്കണ്ടേ നമുക്ക്? കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി അലഗേഷൻ ഇൻ റൈറ്റിംഗ് ബൈ എ കംപ്ലൈനൻറ്റ്. അപ്പോൾ കംപ്ലൈനൻ്റ് എന്ന് പറഞ്ഞത് കംപ്ലൈൻറ്റ് കൊടുക്കുന്ന ആളേനെയാണ് നമ്മൾ കംപ്ലൈനൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എനി അലഗേഷൻ ഇൻ റൈറ്റിംഗ് ബൈ എ കംപ്ലൈനൻ്റ്. അപ്പോൾ കംപ്ലൈനൻ്റ് എഴുതി നൽകുന്ന ഏതൊരു ആരോപണങ്ങളെയും നമുക്ക് കംപ്ലൈൻറ്റ് എന്ന് പറയാം. അപ്പോൾ അലഗേഷൻ മീൻസ് ആരോപണമാണ്. നമ്മൾ പറയില്ലേ ഒരാളുടെ പേരിൽ നമ്മൾ ആരോപണം നടത്തും എന്നൊക്കെ പറയും. അപ്പോൾ കംപ്ലൈനൻ്റ് നൽകുന്ന, എഴുതി നൽകുന്ന ഏതൊരു അലഗേഷനും കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ കംപ്ലൈൻറ്റ് എന്ന് പറയുമ്പോൾ അതിൽ എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് നമുക്ക് നോക്കാം. ആൻ അൺഫെയർ ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസ് ഈസ് പ്രാക്ടീസ്ഡ് ബൈ ട്രേഡർ ഓർ സർവീസ് പ്രൊവൈഡർ. ഇപ്പോൾ ഒരു ട്രേഡറോ സർവീസ് പ്രൊവൈഡറോ ഒരു അൺഫെയർ ട്രേഡ് പ്രാക്ടീസസോ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസോ നടത്തുകയാണെങ്കിൽ അതൊരു കംപ്ലൈൻ്റ് ആണ്, അല്ലേ? കംപ്ലൈൻ്റ് ആയിട്ട് ഒരു ആരോപണമായിട്ട് നമുക്ക് പറയാവുന്നതാണ്. അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? നമ്മൾ എന്താ പറയുക, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അൺഎത്തിക്കലായിട്ട് അല്ലെങ്കിൽ ഡിസെപ്റ്റീവ് മെത്തേഡ്സ് ഉപയോഗിക്കുക, ഫ്രോഡുലൻ്റ് മെത്തേഡ്സ് ഉപയോഗിക്കുക, അൺഎത്തിക്കൽ മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ ട്രേഡേഴ്സ് ശ്രമിക്കുക. അതിനെയാണ് നമ്മൾ അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് അല്ലെങ്കിൽ നിയന്ത്രിത വ്യാപാര രീതികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഈ പ്രോഡക്റ്റിൻ്റെ വില വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പൂഴ്ത്തിവെപ്പൊക്കെ നടത്തും. അതിനെയാണ് നമ്മൾ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്നുള്ളത് നമ്മളിനി തുടർന്ന് വരുന്ന ഭാഗത്ത് പറയും. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരാം എന്താണ് അൺഫെയർ ട്രേഡ് പ്രാക്ടീസസ്, അതിന് കീഴിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരുന്നത്, റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് എന്താണ്, അതിലെന്തൊക്കെ വരുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കിനി കാണാം അടുത്ത ക്ലാസ്സുകളിൽ, അല്ലെങ്കിൽ ഈ ക്ലാസ്സുകളിലൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നതാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു ട്രേഡറോ സർവീസ് പ്രൊവൈഡറോ അൺഫെയർ ഓർ റെസ്ട്രിക്റ്റീവ് ട്രേഡ് പ്രാക്ടീസസ് നടത്തുകയാണെങ്കിൽ അത് ഒരു ആരോപണമാണ്. അതുപോലെ തന്നെ ഗുഡ്സ് ബോട്ട് ഓർ ടു ബി ബോട്ട്,
സഫേർഡ് ഫ്രം എനി ഡിഫക്റ്റ്. ഇപ്പം നമ്മൾ വാങ്ങിയ ഒരു സാധനം അല്ലെങ്കിൽ നമ്മൾ വാങ്ങാനായിട്ട് എഗ്രിമെൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഒരു ഗുഡ്സ് അതിനെന്തെങ്കിലും ഡിഫക്ട്സ് വരികയാണെങ്കിൽ അത് നമുക്കൊരു ആരോപണമായിട്ട് പറയാം. ഇപ്പോൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും നമ്മൾ ഡെഫിനിഷൻ പഠിക്കാനുണ്ട്. ജസ്റ്റ് നമ്മൾ വാങ്ങിക്കുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അതിൻ്റെ സ്റ്റാൻഡേർഡിലോ മറ്റേതെങ്കിലും കാര്യത്തിൽ എന്തെങ്കിലും മാൽ പ്രാക്ടീസസോ മിസ്റ്റേക്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കേടുപാടുകളൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വാങ്ങിയ പ്രോഡക്റ്റ് അല്ലെങ്കിൽ വാങ്ങാൻ നമ്മൾ എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള പ്രോഡക്ട്സുകളിൽ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ അതൊരു ആരോപണമാണ്. അതേപോലെ തന്നെ സർവീസസ് ഹയേർഡ് ഓർ അവൈൽഡ് ഓഫ് ഓർ agreed to be hired or availed by him suffer from deficiency. ഇതേപോലെ ഗുഡ്സ് പോലെ തന്നെ നമ്മൾ എന്താ പറയുക വാങ്ങിയിട്ടുള്ള സേവനം അതുപോലെ തന്നെ നമ്മൾ പ്രയോജനപ്പെടുത്തിയിട്ടുള്ള അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ ഉപയോഗിക്കാമെന്ന് എഗ്രിമെൻ്റ് ചെയ്തിട്ടുള്ള നമുക്ക് ലഭിക്കേണ്ട സർവീസസിൽ എന്തെങ്കിലും ഡെഫിഷ്യൻസി കുറവ് വരികയാണെങ്കിൽ അതും എന്താണ് ഒരു അലഗേഷനാണ്, ഒരു ആരോപണമാണ്, കംപ്ലൈൻ്റ് ആണ്. ദെൻ ട്രേഡർ ഓർ സർവീസ് പ്രൊവൈഡർ ഹാസ് ചാർജ്ഡ് എക്സസ് പ്രൈസ് അല്ലേ. ഇപ്പോൾ ട്രേഡറോ സർവീസ് പ്രൊവൈഡറോ എക്സസ് പ്രൈസ് അധിക വില അവരെ നൽകുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന് അധിക വില വാങ്ങുകയാണെങ്കിൽ അതും ഒരു അലഗേഷനായിട്ട് ആരോപണമായിട്ട് അല്ലെങ്കിൽ ഒരു പരാതിയായിട്ട് പറയാവുന്നതാണ്. ദെൻ അതേപോലെ തന്നെ ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ഹസാർഡസ് ഓർ ആർ ലൈക്ലി ടു ബി ഹസാർഡസ് ടു ലൈഫ് ആൻഡ് സേഫ്റ്റി അല്ലേ. ഇപ്പോൾ കൺസ്യൂമേഴ്സിൻ്റെ ജീവനോ സുരക്ഷയ്ക്കോ ദോഷകരമാകുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ ദോഷകരമാകാൻ സാധ്യതയുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് നൽകുകയാണെങ്കിൽ ട്രേഡേഴ്സും സർവീസ് പ്രൊവൈഡേഴ്സും നൽകുകയാണെങ്കിൽ അതൊരു അലഗേഷനാണ്, നമുക്ക് കംപ്ലൈൻ്റ് ആയിട്ട് പറയാവുന്നതാണ്. അപ്പോൾ കംപ്ലൈൻ്റ് എന്ന് പറയുമ്പോൾ ഇതൊക്കെയാണ് കംപ്ലൈൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെതിരെയൊക്കെ നമുക്ക് എവിടെ പോകാവുന്നതാണ്? കൺസ്യൂമർ കോർട്ടിലെ പോകാവുന്നതാണ്. അല്ലെങ്കിൽ അതിനുള്ള റിഡ്രസൽ ഏജൻസീസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് റിഡ്രസൽ ഫോറംസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് പോകാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ കംപ്ലൈൻ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എനി അലഗേഷൻ, ഏതൊരു ആരോപണവും അതെങ്ങനെ ആയിരിക്കണം? ഇൻ റൈറ്റിംഗ് ബൈ എ കംപ്ലൈനൻ്റ്. അപ്പോൾ കംപ്ലൈനൻ്റ് എഴുതി നൽകുന്ന ഏതൊരു അല്ലെങ്കിൽ കംപ്ലൈനൻ്റ് പറയുന്ന ഏതൊരു ആരോപണത്തെയും നമുക്ക് കംപ്ലൈൻ്റ് എന്ന് പറയാം. അപ്പോൾ ഇനി നെക്സ്റ്റ് നമുക്ക് എന്തറിയണം? ആരാണ് ഈ കംപ്ലൈനൻ്റ് അല്ലേ? പരാതി കൊടുക്കുന്ന ആളാണ് കംപ്ലൈനൻ്റ് എന്ന് പറഞ്ഞു. അപ്പോൾ ആർക്കൊക്കെ ഈ കൺസ്യൂമർ റിഡ്രസൽ ഫോറത്തിൽ അല്ലെങ്കിൽ കൺസ്യൂമർ കോർട്ടിൽ ആർക്കൊക്കെ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്? അപ്പോൾ നോക്കാം നമുക്ക് ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാമെന്നുള്ളത്. അപ്പോൾ കംപ്ലൈനൻറ്റിനെ കുറിച്ച് പറയുന്നത് സെക്ഷൻ 2IB ആണ്. സെക്ഷൻ 21B ആണ് കംപ്ലൈനൻറ്റിനെ കുറിച്ച് ഡിഫൈൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക് ആർക്കൊക്കെയാണ് കംപ്ലൈൻറ്റ് കൊടുക്കാനായിട്ട് പറ്റുക. എ കൺസ്യൂമർ, ഇപ്പോൾ ഒരു ഉപഭോക്താവിന് കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. എ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, ഇപ്പോൾ ഒരു വോളണ്ടറി അല്ലെ കൺസ്യൂമർ അസോസിയേഷന് ഇപ്പോൾ ഏതെങ്കിലും കമ്പനീസ് ആക്ട് 1956 കീഴിലോ അല്ലെങ്കിൽ ആ ഒരു സമയത്ത് നിലവിലുള്ള ഏതെങ്കിലും നിയമത്തിന് കീഴിലോ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു കൺസ്യൂമർ അസോസിയേഷനെ എന്തു കൊടുക്കാം? കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. ദ സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ്റിനോ സ്റ്റേറ്റ് ഗവൺമെൻറ്റിനോ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. ദെൻ ദ ലീഗൽ ഹയേഴ്സ് ഓർ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് കൺസ്യൂമർ അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു കൺസ്യൂമർ മരിച്ചു പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ലീഗൽ ഹയേഴ്സിനോ റെപ്രസെൻറ്റേറ്റീവ്സിനോ എന്തു കൊടുക്കാവുന്നതാണ്? ഈ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്.
then a user of goods and beneficiary of services അല്ലേ. ഇപ്പോൾ ഒരു ഗുഡ്സ് ഉപയോഗിക്കുന്ന ആൾക്ക് അതിൻ്റെ സർവീസസിൻ്റെ ബെനഫിഷ്യറീസിനെ അവർക്കും എന്ത് കൊടുക്കാവുന്നതാണ്, കംപ്ലൈൻറ്റ് കൊടുക്കാവുന്നതാണ്. നമ്മൾ കൺസ്യൂമറിൻ്റെ ഡെഫിനിഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു പ്രതിഫലം വാങ്ങിക്കുന്ന അല്ലേ. ഇപ്പം നമ്മൾ പറഞ്ഞു അച്ഛൻ ആപ്പിൾ വാങ്ങി മക്കൾക്ക് കഴിക്കാനായിട്ട്, മക്കളത് കഴിച്ചു. അപ്പോൾ അച്ഛനും മക്കളും എന്താണ്, കൺസ്യൂമേഴ്സാണ്. അപ്പോൾ മക്കളാണ് അവിടെ യൂസർ എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും കേസ് കൊടുക്കാം. അതുപോലെ തന്നെ സർവീസസ് വാങ്ങിക്കുന്ന ആൾക്ക് മാത്രമല്ല, അയാളുടെ അപ്രൂവലോടുകൂടെ അത് ഉപയോഗിക്കുന്ന ആ ബെനഫിഷ്യറിക്കും എന്ത് കൊടുക്കാവുന്നതാണ്, കൺസ്യൂമർ കോർട്ടിലെ കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. അതുപോലെ ഹസ്ബൻഡ് ഓഫ് എ കൺസ്യൂമർ, ഇപ്പോൾ കൺസ്യൂമറിൻ്റെ ഹസ്ബൻഡിനെ, ഇൻഷുറൻസ് കമ്പനിക്ക്, ഇവർക്കൊക്കെ എന്ത് നൽകാം, കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. അപ്പോൾ കംപ്ലൈനൻ്റ് ഇത്രയാണ് വരുന്നത്. അപ്പോൾ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ടത് കൺസ്യൂമേഴ്സ്, കൺസ്യൂമർ വോളണ്ടറി കൺസ്യൂമർ അസോസിയേഷൻ, സെൻട്രൽ ഗവൺമെൻറ് ഓർ സ്റ്റേറ്റ് ഗവൺമെൻറ്, ലീഗൽ ഹയേഴ്സ് ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് എ ഡിസീസ്ഡ് കൺസ്യൂമർ, യൂസർ ഓഫ് ഗുഡ്സ് ആൻഡ് ബെനഫിഷ്യറി ഓഫ് സർവീസസ്, ഇവർക്കൊക്കെ കൊടുക്കാം. ഇനി അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ന്യൂമറസ് കൺസ്യൂമേഴ്സ് വരുന്നുണ്ടെങ്കിൽ, സെയിം ഇൻട്രസ്റ്റ് ഉള്ള അല്ലെങ്കിൽ ഒരേ താല്പര്യമുള്ള ഒരുപാട് കൺസ്യൂമേഴ്സ് വരുന്നുണ്ടെങ്കിൽ അവരെ റെപ്രസെൻ്റ് ചെയ്തുകൊണ്ട് രണ്ടോ അതിലധികമോ കൺസ്യൂമേഴ്സിനും കംപ്ലൈൻറ്റ് നൽകാവുന്നതാണ്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതിൽ വരുന്നത്, കംപ്ലൈനൻ്റ് എന്നുള്ള ഭാഗത്തിൽ നമുക്ക് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം എന്താണ് കൺസ്യൂമർ ഡിസ്പ്യൂട്ട് അഥവാ ഉപഭോക്തൃ തർക്കം. ഇപ്പോൾ കൺസ്യൂമർ കംപ്ലൈൻറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കൺസ്യൂമർ ഡിസ്പ്യൂട്ടാണ്. ഉപഭോക്തൃ തർക്കം നമ്മൾ പറഞ്ഞു കംപ്ലൈൻറ്റിനെ റിട്ടേൺ ആയിട്ട് അവർക്ക് അലഗേഷൻ ഉന്നയിക്കാം എന്ന് പറഞ്ഞു, ആരോപണം നൽകാം, എന്താ കംപ്ലൈൻറ്റ്. അപ്പോൾ നമ്മൾ ആർക്കൊക്കെ കംപ്ലൈൻറ്റ് കൊടുക്കാം എന്നുള്ളതൊക്കെ പറഞ്ഞു. അപ്പോൾ ഈ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് അറൈസസ് when a complaint is denied or disputed. അപ്പോൾ നമ്മളൊരു പരാതി ഇങ്ങോട്ട് കൊടുക്കുമ്പോൾ ആ പരാതി നിഷേധിക്കുക. ഡെനി ചെയ്യുക പറഞ്ഞാൽ നമ്മൾ നിഷേധിക്കുക, ഞങ്ങളത് ചെയ്തില്ല പറഞ്ഞാൽ നിഷേധിക്കുക. ഡിസ്പ്യൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തർക്കിക്കുക, നമ്മളത് തർക്കം വരുത്തുക, നമ്മളത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന കംപ്ലൈൻറ്റ് അത് നിഷേധിക്കുകയോ അത് ഡിസ്പ്യൂട്ട് അതിൻ്റെ മുകളിൽ തർക്കം വരുമ്പോഴോ ആണ് ഏത് വരുന്നത്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഉപഭോക്തൃ തർക്കം ഉണ്ടാകുന്നത്. അപ്പോൾ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ മീൻ ചെയ്യുന്നത്, എ ഡിസ്പ്യൂട്ട് അല്ലെ, തർക്കമാണ്. വേർ ദ പേഴ്സൺ എഗെയിൻസ്റ്റ് whom a complaint has to be made. അതായത് ആർക്കെതിരെയാണോ നമ്മൾ കംപ്ലൈൻറ്റ് നൽകിയിരിക്കുന്നത്, ആർക്കെതിരെയാണോ നമ്മൾ കംപ്ലൈൻറ്റ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ കംപ്ലൈൻറ്റ് നൽകിയിരിക്കുന്നത്, ആ വ്യക്തി ഡെനീസ് ഓർ ഡിസ്പ്യൂട്ട് ദ അലഗേഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ കംപ്ലൈൻറ്റ്. അപ്പോൾ ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന അലഗേഷൻസ്, ആരോപണങ്ങൾ ആ വ്യക്തി നിഷേധിക്കുകയോ അത് അവരെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് തർക്കിക്കുകയോ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് മീൻസ് എ ഡിസ്പ്യൂട്ട് വേർ ദ പേഴ്സൺ against whom a complaint has been made denies or dispute the allegation contained in the complaint. അപ്പോൾ കംപ്ലൈൻറ്റിൽ അല്ലെങ്കിൽ പരാതിയിൽ അടങ്ങിയിരിക്കുന്ന ആരോപണങ്ങൾ, പരാതി ആർക്കെതിരെയാണോ പരാതി നൽകിയത് ആ വ്യക്തി അത് നിഷേധിക്കുകയോ അതിനെ തർക്കിക്കുകയോ ചെയ്യുക. അപ്പം അതിനെയാണ്, ആ ഡിസ്പ്യൂട്ടിനെയാണ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് എന്ന് പറയുന്നത്. അപ്പം ഇത്രയാണ് നമ്മൾ ഇപ്പോൾ കംപ്ലൈൻറ്റും ഡിസ്പ്യൂട്ടും കംപ്ലൈനൻ്റും ഒക്കെ ആയിട്ട് വരുന്നത്. ദെൻ നെക്സ്റ്റ് നമുക്ക് വരുന്നത് എന്താണ് ഡിഫക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലേ. ഡിഫക്റ്റ് ഓർ ഡെഫിഷ്യൻസി എന്താണ് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പം അടുത്തത് വരുന്നത് ഡിഫക്റ്റ് ആണ്. ഡിഫക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്
സെക്ഷൻ 21F ആണ് ഡിഫക്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത്. നോക്കാം നമുക്ക് എന്താണ് ഡിഫക്റ്റ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 21F, എ ഡിഫക്റ്റ് ഈസ് എനി ഫോൾട്ട്, imperfection or shortcoming in quality, quantity, potency, purity or standard. A defect is any fault, imperfection, shortcoming in the quality, quantity, potency, purity or standard which is required to be maintained by or under any law for the time being in force or under any contract. It may be express or implied, or as is claimed by the trader in any manner whatsoever in relation to any goods. അപ്പം അതിനെയാണ് നമ്മൾ ഡിഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ എന്തിൽ വരുത്തുക, പ്രോഡക്ട്സിൻ്റെ ക്വാളിറ്റിയിലോ ക്വാണ്ടിറ്റിയിലോ അതിൻ്റെ പൊട്ടൻസിയിലോ പ്യൂരിറ്റിയിലോ സ്റ്റാൻഡേർഡിലൊക്കെ കുറവ് വരുത്തുക. അത് പെർഫെക്ഷൻ ഇല്ലാതെ അത് ഉൽപ്പാദിപ്പിക്കുക. അപ്പോൾ സർവീസസ് ആണെങ്കിൽ ഉൽപ്പാദിപ്പിക്കുക. ദെൻ അതിലെന്തെങ്കിലും ഫോൾട്ടുകൾ വരുത്തുക. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് അതുമായിട്ട് കൺസേൺഡ് അതോറിറ്റീസ് ചില സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് പറയാറുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും നമ്മൾ ഫാർമസ്യൂട്ടിക്കൽസൊക്കെ നമുക്കറിയാം, ഫാർമസ്യൂട്ടിക്കൽസും ഫുഡ് ഐറ്റംസൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിനും അതിനൊക്കെ ഒരുപാട് ഇതൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളാണ്. ഇപ്പോൾ ഫാർമസ്യൂട്ടിക്കൽസൊക്കെ കഴിച്ചാൽ, മെഡിസിൻസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് സൈഡ് എഫക്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പ്രത്യേകിച്ചും ഫാർമസ്യൂട്ടിക്കൽസും അതുപോലെ തന്നെ ഫുഡ് ഐറ്റംസ് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതിപ്പോൾ ഇനി ഏത് പ്രോഡക്റ്റ് ചെയ്യുകയാണെങ്കിലും അതിനൊരു മിനിമം ക്വാളിറ്റി സ്റ്റാൻഡേർഡും പ്യൂരിറ്റിയും ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് കൺസേൺ അതോറിറ്റീസ് പറയാറുണ്ട്. അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ പറയാറുണ്ട്. അപ്പോൾ ആ നിയമങ്ങൾക്ക് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ ഒരു പ്രോഡക്റ്റിന് ഉണ്ടായിരിക്കേണ്ട ക്വാളിറ്റി, പൊട്ടൻസിയും പ്യൂരിറ്റിയും സ്റ്റാൻഡേർഡും അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യാതെ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുമ്പോഴാണ് അതിനെ ഡിഫക്റ്റഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആ റിക്വയർമെൻറ്റ്സ് അതിൽ വീഴ്ച വരുത്തുക. അതിനെയാണ് നമ്മൾ എന്തു പറയുക, ഡിഫക്റ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഫോൾട്ട് ഉണ്ടാക്കുക, ഇംപെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഇൻ ദ ക്വാളിറ്റി, ക്വാണ്ടിറ്റി, പൊട്ടൻസി, പ്യൂരിറ്റി, സ്റ്റാൻഡേർഡ് വിച്ച് ഈസ് റിക്വയർഡ് ടു ബി മെയിൻറ്റെയിൻഡ്. അപ്പം മെയിൻറ്റെയിൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ കുറവ്, ഫോൾട്ട് വരിക, അതിൽ ഡിഫക്റ്റ് വരുത്തുക, അതിൽ ഫോൾട്ട് വരുത്തുക. അപ്പം അങ്ങനെയുള്ള കാര്യം ചെയ്യുക. അതേപോലെ തന്നെ ആ ഒരു സമയത്ത് നിലവിലുള്ള നിയമം പറയുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മാനുഫാക്ചറുമായിട്ട് കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി, ക്വാണ്ടിറ്റിയെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇന്ന തരത്തിൽ അതിൻ്റെ ക്വാളിറ്റിയും അതിൻ്റെ സ്റ്റാൻഡേർഡും സ്പെസിഫിക്കേഷനും ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പോൾ അത് തെറ്റിക്കുക. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്തു പറയും, ഡിഫക്റ്റ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് വരുന്നത് ഡെഫിഷ്യൻസിയാണ്. അപ്പോൾ ഡെഫിഷ്യൻസി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സിമിലർ ടു ഡിഫക്റ്റ് ഇൻ ഗുഡ്സ്. ഗുഡ്സിലെ ഡിഫക്റ്റ് എന്ന് പറയുന്നത് തന്നെയാണ് ഡെഫിഷ്യൻസി. പക്ഷേ ഡെഫിഷ്യൻസി എന്ന് പറയുന്ന ടേം നമ്മൾ യൂസ് ചെയ്യുന്നത് കണക്ഷൻ വിത്ത് സർവീസസ് ആണ്. സർവീസുമായി ബന്ധപ്പെടുത്തിയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അവിടെയും എന്ത് തന്നെയാണ്, ഇറ്റ് ഈസ് എ ഫോൾട്ട്, മിസ്പെർഫെക്ഷൻ, ഷോർട്ട് കമ്മിങ് ഓർ ഇന്നാഡിക്വസി ഇൻ ക്വാളിറ്റി, നേച്ചർ ആൻഡ് മാനർ ഓഫ് പെർഫോമൻസ് എക്സ്പെക്റ്റഡ് ഓഫ് എ സർവീസസ്. അപ്പോൾ ഒരു സർവീസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പെർഫോമൻസും കാര്യങ്ങളൊന്നും ലഭിക്കാതിരിക്കുന്നതിനെയാണ് നമ്മൾ ഡെഫിഷ്യൻസി എന്ന് പറയുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്കിതിലെ ഡെഫിനിഷൻസ്. ഇനി ബാക്കി വരുന്ന ഡെഫിനിഷൻസ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനെ കുറിച്ചൊരു
ഇൻട്രൊഡക്ഷൻ നമ്മൾ പറഞ്ഞു, ദെൻ അതിൻ്റെ സ്കോപ്പ് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞു, അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നുള്ളത് പറഞ്ഞു. ഏകദേശം രണ്ടും ഒരേപോലെ തന്നെയാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ പറഞ്ഞത് ഇതിലെ ഇമ്പോർട്ടൻറ്റ് ടേംസ് ഏതൊക്കെയാണ്, അതിൻ്റെ ഡെഫിനിഷൻസ് ആണ്. അപ്പോൾ അതിൽ നമ്മൾ കൺസ്യൂമർ ആരാന്ന് കണ്ടു, കംപ്ലൈൻറ്റ് എന്താന്ന് കണ്ടു, കംപ്ലൈനൻ്റ് ആരാന്ന് കണ്ടു, ഗുഡ്സ് കണ്ടു, സർവീസസ് കണ്ടു, ദെൻ ഡെഫിഷ്യൻസി ആൻഡ് ഡിഫക്ട്സ് എന്താണെന്നുള്ളത് കണ്ടു. ഇനി ബാക്കിയുള്ള ടേംസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. അപ്പോൾ എല്ലാവരും നല്ലപോലെ ക്ലാസ് കേൾക്കുക, പഠിക്കുക. ഓക്കെ, താങ്ക് യു.